ശൂന്യനാകാൻ തയ്യാറാണ്. ഫിലിപ്പിയർ 2:5 യേശുക്രിസ്തുവിന്റെ സ്വഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ. തന്നെ തന്നെ ശൂന്യനാക്കി. To send for the oppressed in deliverance. ഒപ്രഷനിലുള്ളവരെ ഡെലിവർ ചെയ്യാൻ. ഞാൻ ഇത് ഒന്നുകൂടെ ഞാൻ വായിച്ചപ്പോ ഞാൻ എവിടെ എഴുതി വെച്ചു, പള്ളിക്കൂടം, ഈ ജോബേഷ്, ഈ ജ്യോതി എഴുതിന്റെ സഹോദരന്മാരെ ഒന്നുകൂടെ സോറി ഞാൻ ഡിസ്റ്റർബ് ചെയ്യായിരിക്കും. ഐസക്കിന്റെ അപ്പൻ ബിജു ചാക്കോ 27 വർഷം റാന്നി ശാലേം IPCയിലെ മെമ്പറായിരുന്നു. അരാംകോ കമ്പനിയിലെ ജോലി കിട്ടിയപ്പോ വേണ്ടെന്ന് വെച്ച്, ഭാര്യയുടെ ഗവൺമെന്റ് ജോലി വേണ്ടെന്ന് വെച്ച് ബീഹാറിലേക്ക് പോയി. ഐസക്കിന് 2.5 വയസ്സുള്ളപ്പോ 7 ദിവസം പട്ടിണി കിടന്നു. തന്റെ പ്രാർത്ഥനയ്ക്ക് വരവുണ്ടായി. ഐസക്ക് 20 വയസ്സ് കഴിഞ്ഞ ചെറുവക്കൽ ബൈബിൾ കോളേജിൽ പഠിച്ചിട്ട് ഇന്ന് അപ്പനും മോനും കൂടെ സുവിശേഷ വേലയില്. ഐസക്ക് എന്തോ ചെയ്യുന്നേ, ഓപ്പറേഷനിലെ പിള്ളേരെ 200 പിള്ളേരെ പഠിപ്പിക്കുക. അവരുടെ ഒരാളെ പോലും ഒപ്പനോട് സ്കൂളിൽ പോയിട്ടില്ല. ആ ജോബീഷ് മിഷനറി ടീച്ചർ, ജോബീസ് തിരുവല്ലാക്കാരൻ, വൈഫ് MA BEd ഇവിടെ കോളേജിൽ പഠിപ്പിച്ചോണ്ടിരുന്നയാളാ. 3 കുട്ടികൾ, 3 സഹോദരന്മാരും ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റിയിലെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക. താങ്ക് യു. എന്താണ് എന്തുവാ യേശു ചെയ്ത? എന്തുവാ? To send for the oppressed in deliverance. ആരാണോ കുച്ചലെ ഹുവ ചുടാനെ കാ സന്ദേശ്, ആരാണോ ചവിട്ടി മെതിക്കപ്പെട്ടത്, അവരുടെ അടുക്കലേക്ക് സുവിശേഷവുമായി പോകാൻ ദൈവം എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. പക്ഷെ എനിക്കെന്തോ ഇഷ്ടം ധനവാന്മാരുടെ അടുക്കൽ. നാച്ചുറൽ ടെൻഡൻസി അതാണ്. പക്ഷെ എന്നോട് ദൈവാത്മാവ് പറഞ്ഞു ഇത് പറയാൻ. ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, യേശു ചെയ്തത് ഞാനും നിങ്ങൾ ചെയ്യണം. യേശു ചെയ്തത് ഞാനും നിങ്ങൾ ചെയ്താൽ യേശു ചെയ്തപ്പോൾ ഉണ്ടായ ഫലം ഉണ്ടാകും. യേശു എന്താ ചെയ്തത്? പാപപ്പെട്ടവരോട് സുവിശേഷം അറിയിച്ചു. സുവിശേഷം അറിഞ്ഞിട്ടില്ലാത്ത ഇടത്ത് സുവിശേഷം അറിയിച്ചു. ആദരിക്കാൻ വകയില്ലാത്തവന് സുവിശേഷം കൊടുത്തു. ആരും തൊടാത്ത കുഷ്ഠരോഗിയെ പോയി തൊട്ടു. ഒരു കൂട്ടുകാരിയില്ലാത്ത ശബരിയക്കാരത്തി സ്ത്രീയെ തിരക്കി നട്ടുച്ചയ്ക്ക് കിണറ്റിക്കരയിൽ കാത്തിരുന്നു. ആരും ഇഷ്ടപ്പെടാതെ സക്കായിയുടെ വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു. എല്ലാരും കൂടെ കല്ലെറിയ പിടിച്ചോണ്ട് വന്ന വ്യഭിചാരിണിയുടെ പക്ഷം പറഞ്ഞു. യേശു സുവിശേഷം പറഞ്ഞു, രാജാവായിട്ടല്ല ദാസനായിട്ട് സുവിശേഷം പറഞ്ഞു. ആരും ആദരിക്കാൻ ഇല്ലാത്തത് പോകാൻ ആര് തയ്യാറാണ്? താമസിക്കാനൊരു സ്ഥലം തരാനില്ലാത്തത് പോകാൻ ആര് തയ്യാറാണ്? യേശു പറഞ്ഞു, ഇവിടത്തെ പക്ഷിക്കും മൃഗത്തിനും താമസിക്കാൻ സ്ഥലമുണ്ട്, പക്ഷെ മനുഷ്യത്തിന് സ്ഥലമില്ല. യേശു കാണിച്ച മാതൃക, യേശു ചെയ്തത് നമ്മൾ ചെയ്യണം. ഇതാണോ നമ്മുടെ സാക്ഷ്യം? അതോ നമ്മൾ ധനവാന്മാരോട് സുവിശേഷം അറിയിക്കാനോ നമുക്ക് താല്പര്യം? കേട്ടവരെ തന്നെ 10,000 തവണ കേട്ടവരോട് മാത്രമാണോ നമ്മൾ വീണ്ടും സുവിശേഷം പറയുന്നത്? ആശ്വാസം പ്രാപിച്ചവരെ നമ്മൾ വീണ്ടും ആശ്വസിപ്പിക്കുകയാണോ? ബന്ധനം മാറിയവരുടെ ബന്ധനം നമ്മൾ വീണ്ടും അഴിക്കുകയാണോ? ധനവാന്മാരോട് സുവിശേഷം അറിയിച്ചാൽ സഭ വളരും. സഭ വളരണമെങ്കിൽ ആരായി? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിച്ചാൽ സഭ വളരും. സഭാ വളർച്ചയുടെ സീക്രട്ട് എന്തുവാ? ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കണം. ആരാ ദരിദ്രന്മാര്? പാവപ്പെട്ടവര്, നമ്മളെ ആദരിക്കാൻ നിർവാഹമില്ലാത്തവര്. ഞാൻ കഴിഞ്ഞ ദിവസം മധ്യപ്രദേശിലായിരുന്നു. ഒരാഴ്ച മുമ്പ് ഞാനവിടെ ചെന്നപ്പോ എനിക്കൊരു ബൊക്ക കിട്ടി. നമ്മുടെ VA തമ്പിച്ചായാലും മൈക്ക് പോലെ സാധനം പ്ലാസ്റ്റിക്കോട് മറച്ചിട്ട് അതിനോടൊരു ബൊഗൈൻവില്ലയുടെ ഒരു കമ്പ് വെച്ച് അതേലും പൂ ഇങ്ങോട്ട് തന്നു. അതാ അവരുടെ ബൊക്കെ. വലിയ സാധനമൊന്നും കിട്ടത്തില്ല. ഞാനും ദുബൈ കമ്പ്യൂട്ടർ എഞ്ചിനായിരുന്ന സജീവനും കൂടെ ഭോജ്പൂർ ജില്ലയെ ക്രൂസിനെ പ്രസംഗിക്കാൻ
സജീവ പറഞ്ഞു താമസിക്കാൻ സ്ഥലം കൊടുക്കണം കേട്ടോ. അദ്ദേഹം മാറിയപ്പോ പശുവിനെ അങ്ങോട്ട് മാറ്റി കെട്ടിയിട്ട് എന്നോട് പറഞ്ഞു 15 സാർ സോജായില്ലേ, പശു കിടന്നിടത്തോട്ട് കിടന്നോ. ഞാൻ വിചാരിച്ചു യേശു കാര്യത്തിൽ കിടന്നതാണല്ലോ. നമ്മളെ ആദരിക്കാൻ ആള് കാണത്തില്ല, പക്ഷെങ്കിൽ യേശു ചെയ്തത് ചെയ്താൽ സഭ വളരും. എവിടെ ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ സഭ തയ്യാറാകുന്നു അവിടെ സഭ വളരും. ദരിദ്രനോട് സുവിശേഷം അറിയിക്കാൻ നമുക്ക് സമയമില്ലെങ്കിൽ, കഴിവില്ലെങ്കിൽ, സമയം മാറ്റിവെക്കാനില്ലെങ്കിൽ, നമ്മുടെ റിസോഴ്സ് മാറ്റിവെക്കാനില്ലെങ്കിൽ സഭ വളരത്തില്ല. മിഷൻ ദൈവസഭയുടെ ദൈവം നൽകിയിരിക്കുന്ന ദൗത്യം. നമ്മൾ ദരിദ്രന്മാരുടെ അടുക്കിലേക്കാണോ പോകുന്നത്? നമ്മൾ മിഷൻ യാത്രകളാണോ നടത്തുന്നത്? നമ്മുടെ വേല കഷ്ടതയുടെ വേലയാണോ അതോ സമൃദ്ധിയുടെ വേലയാണോ? നമ്മുടെ വേല കഷ്ടതയുടെ അല്ലെ? അപ്പച്ചൻ കഷ്ടപ്പെട്ടു, അല്ലല്ല, അപ്പച്ചൻ കഷ്ടപ്പെടുന്നതുകൊണ്ടും മകന് കഷ്ടപ്പെടണമെന്ന് കർത്താവിന്റെ വചനത്തിലില്ല. പൗലോസ് അപ്പോസ്തലൻ തീമോഥെയോസിനോട് പറഞ്ഞു, ക്രിസ്തുയേശുവിന്റെ നല്ല ഭടനായി നീയും തോമാച്ചാനെ പോലെ നീയും എബ്രഹാം സാറിനെ പോലെ നീയും എന്നോട് കൂടെ കഷ്ടം സഹിക്കാം. നമുക്ക് നല്ല മാതൃകകൾ വേണം. എബ്രഹാം സാറ് ഈ കുമ്പനാട്ടൂന്ന് നടന്ന് മല്ലപ്പള്ളി പോകും, പരസ്യവും നടത്തും. അവിടുത്തെ ചങ്ങനാശ്ശേരി പോകും, പരസ്യവും നടത്തും. തിരിച്ചു വീട്ടിൽ ഇവിടെ എത്തത്തില്ല, കടമുറിയിൽ കിടന്നുറങ്ങും, അവിടുന്ന് വരും. കുക്ക് സാഹിബ് കൊട്ടാരക്കരയിൽ കുടിലിൽ താമസിച്ചു. ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോ ഒരു കുഗ്രാമത്തിൽ പോയി. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, പീറ്റർ കേറി 5 വയസ്സ്, ശവകുടീരം ഇതാ. ഇന്നും ടാറിട്ട റോഡില്ല. അവിടെ ആരാ താമസിച്ച? വില്യം ക്യാരി. 1700കളുടെ അവസാനത്തിൽ ഇംഗ്ലണ്ട് വിട്ട് താൻ വന്നത് സമൃദ്ധിയുടെ സുവിശേഷത്തിനായിട്ടല്ല, ദരിദ്രരുടെ അടുക്കലേക്ക്. കഴിഞ്ഞ 25 വർഷമായിട്ട് സുവിശേഷ വേലയിലായിരിക്കാൻ കർത്താവ് സഹായിച്ചു. എന്റെ 26ാമത്തെ വയസ്സിൽ ദൈവകൃപയാൽ മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്പാർട്ട്മെന്റിൽ എൻവയറൺമെന്റൽ സയൻസിൽ പഠിപ്പിക്കാൻ തുടങ്ങി. പക്ഷെ ദൈവത്തിന്റെ മഹാകൃപയാൽ ഒരു നോർത്ത് ഇന്ത്യൻ വിസിറ്റ് നടത്തിയപ്പോ ദൈവം പറഞ്ഞു, നീ തിരിച്ചു പോകണ്ട, നീ പണം ഉണ്ടാക്കുന്ന ഒരു പണിയും ചെയ്യണ്ട, ഇനി എന്റെ പണി ചെയ്താൽ മതി. അവിടെ ആയിരിക്കാൻ കർത്താവ് സഹായിച്ചു. ദൈവം എന്നെ പഠിപ്പിച്ച 3 പ്രധാന കാര്യങ്ങൾ. ഒന്ന്, കൊയ്ത്ത് വളരെയുണ്ട്. ഒരൊറ്റ വിശ്വാസി ഇല്ലാത്തടത്ത് ആയിരക്കണക്കിന് ആളുകൾ എനിക്ക് യേശുവിനെ വേണമെന്ന് പറഞ്ഞ് കൈ ഉയർത്തുന്നത് കാണാൻ ദൈവം ഭാഗ്യം.